പണ്ട് ഒരുപാട് ദേശങ്ങളിൽ യാത്ര ചെയ്ത ഒരു സഞ്ചാരി ചൈനയിലെ ചക്രവർത്തിയെ സന്ദർശിച്ചു. ചക്രവർത്തി ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. സംസാരമധ്യേ ഈ സഞ്ചാരി പറഞ്ഞു, ഞാൻ ചെന്ന രാജ്യങ്ങളിലൊക്കെ എല്ലാ ഭരണാധികാരികൾക്കും ഓരോ ഓമന മൃഗങ്ങളുണ്ട്. പേർഷ്യയുടെ സുൽത്താന് ഒരു സിംഹത്തിനെയാണ് വളർത്തുന്നത്. ഇന്ത്യയിലെ രാജാവാണെങ്കിൽ ഒരു വലിയ കടുവയെ വളർത്തുന്നുണ്ട്. റഷ്യയിലെ ചക്രവർത്തിക്ക് ഒരു ഹിമക്കരടിയുണ്ട്. അങ്ങേക്ക് എന്ത് മൃഗമാണ് ഉള്ളത്? ഈ ചോദ്യത്തിൽ ഈ ചൈനയിലെ ചക്രവർത്തിക്ക് വലിയ നാണക്കേട് തോന്നി. അദ്ദേഹത്തിന് അങ്ങനെ പോറ്റി വളർത്തുന്ന മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആലോചിച്ച് എന്ത് മൃഗത്തിനെ വളർത്തണം? മറ്റാരും വളർത്താത്ത ഒന്നിനെ വളർത്തണമല്ലോ. അദ്ദേഹം ഒരു പന്നിക്കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. തൻ്റെ സഭയിലെ പണ്ഡിതന്മാരെയും ജോലിക്കാരെയും ഒക്കെ വിളിച്ച് കൂട്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വളർത്താനൊരു പന്നിക്കുട്ടിയെ വേണം, പക്ഷേ അതിന് ഒരു ആട്ടിൻകുട്ടിയുടെ സ്വഭാവം വേണം. ഇവരെല്ലാം കൂടി ആലോചിച്ച് എങ്ങനെ കിട്ടും ആട്ടിൻകുട്ടിയുടെ സ്വഭാവമുള്ള ഒരു പന്നിക്കുട്ടിയെ? അവസാനം ഒരു പന്നി പ്രസവിച്ചാൽ ഉടൻ തന്നെ തള്ളയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ എടുത്ത് മാറ്റാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു പന്നി പ്രസവിച്ചപ്പോൾ അവർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. ആ കുഞ്ഞിന് അവർ ആട്ടിൻ പാല് കൊടുത്ത് വളർത്താൻ തുടങ്ങി. മാത്രമല്ല അതിന് നല്ല പരിശീലനവും കൊടുത്തു. വളരെ മര്യാദക്കാരനായിട്ട് പന്നിക്കുട്ടി വളർന്നു. അതിനെ പനിനീരിൽ കുളിപ്പിച്ച് പട്ടുവസ്ത്രം ഉടുപ്പിച്ച് നല്ല മാലയൊക്കെ ഇടിപ്പിച്ച് ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അതിനെ വളർത്തി. അപ്പോൾ ചക്രവർത്തിക്ക് ഇതിനെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഇതിനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഒരിക്കൽ രാജാവ് തെരുവിലൂടെ നടക്കുമ്പോൾ ഈ പന്നി കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറി. അത് അവിടെയൊക്കെ മണപ്പിച്ച് നോക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് പെട്ടെന്ന് ഓടി അങ്ങ് ദൂരേക്ക് പോയി. ചക്രവർത്തിയുടെ പരിചാരകർ ഇതിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അവർക്ക് പിടിക്കാൻ പറ്റാത്തത്രയും വേഗത്തിലാണ് ഈ പന്നി ഓടിയത്. ഓടുന്ന വഴിക്ക് അതിൻ്റെ മാല ഊരിപ്പോവുകയും അതിൻ്റെ പട്ടുവസ്ത്രം പറന്നു പോവുകയൊക്കെ ചെയ്തു. അവസാനം ഈ തെരുവിലെ വീടുകൾക്ക് പിന്നിലായിട്ടുള്ള ഒരു ചിലുക്കുണ്ടിൽ കുറേ പന്നികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പന്നിയും ചെന്ന് ചാടി. എല്ലാവരും കൂടി ഓടിച്ചെന്നപ്പോൾ പന്നിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരേ നിറമാണ്. എല്ലാം ചെളി പിടിച്ച് ചേറിൽ കിടന്ന് കളിക്കുകയാണ്. ചക്രവർത്തിക്ക് കലശലായ ദേഷ്യം വന്നു. അദ്ദേഹം തൻ്റെ സേവകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പരിപാടി പറ്റില്ല. എനിക്കിവിടം തന്നെ ആടിൻ്റെ സ്വഭാവമുള്ളൊരു പന്നിയെ വേണം. ഞാൻ അതിനെന്ത് വേണമെന്ന് പറയൂ. അപ്പോൾ മന്ത്രി മുന്നോട്ട് വന്ന് പറഞ്ഞു, തമ്പുരാനെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. അങ്ങ് നല്ല ഒരു വൈദ്യനെ വരുത്തണം. എന്നിട്ട് ഒരാടിനെയും ഒരു പന്നിയെയും ഒരേ സമയം ശസ്ത്രക്രിയ ചെയ്തിട്ട് അവയുടെ ഹൃദയങ്ങൾ മാറ്റിവെക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ കാര്യം നടക്കും. ചക്രവർത്തി ഉടൻ തന്നെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇങ്ങനെ ശസ്ത്രക്രിയ ചെയ്ത് ആടിൻ്റെയും പന്നിയുടെയും ഹൃദയങ്ങൾ മാറ്റിവെക്കാൻ പറ്റിയ ഒരു വൈദ്യൻ ഉടൻ തന്നെ ഹാജരാകണം. അയാൾക്ക് എന്ത് ചോദിക്കുന്നോ അത്രയും പണം കൊടുക്കും. ആരെങ്കിലും വരും എന്ന് കരുതി ഈ ചക്രവർത്തി കാത്തിരുന്നു. പക്ഷേ ആരും വന്നില്ല.